ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രാജസ്ഥാനിൻ്റെ ഡേ 4ലേക്ക് സ്വാഗതം. അപ്പോൾ രാജസ്ഥാനിന് ഡേ 4ലേക്ക് ഞങ്ങൾ പോയത് ജയ്സാൽമീറിലേക്കാണ്. ഈ ജയ്സാൽമീറിലാണ് കേട്ടോ നമ്മുടെ താർ ഡെസേർട്ട് ഉള്ളത്. അപ്പോൾ ഏറ്റവും രാജസ്ഥാൻ്റെ ഹൈലൈറ്റ് എന്ന് അറിയാലോ ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഒരു ജയ്സാൽമീറിൽ മാത്രമേ ഡെസേർട്ട് ഉള്ളൂ. ബാക്കി എല്ലാവരും വിചാരിക്കുന്ന പോലെ ജയ്പൂരും ജോധ്പൂരും ഉദയ്പൂരും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ജയ്സാൽമീറിലേക്ക് ജയ്പൂരിൽ നിന്ന് 12 hours ഓഫ് ട്രാവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഒരു സ്ലീപ്പർ ബസ്സിലാണ് വന്നത്. ഇതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ആക്ടിവിറ്റീസ് നമുക്ക് വരുന്ന ഡെസേർട്ട് തന്നെയാണ്. ഡെസേർട്ടിൽ ക്യാമൽ സഫാരിയും ജീപ്പ് സഫാരിയും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും റൈഡ് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ക്യാമ്പ് ഡെസേർട്ട് ക്യാമ്പും ഒക്കെയാണ് നമുക്കിതിൽ പാക്കേജിൽ വരുന്നത്. അപ്പം നമ്മൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇത് ഫ്രഷപ്പ് ആയിട്ട് ടെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് കുൾദാര എന്ന് പറയുന്നൊരു വില്ലേജ്. പണ്ട് കാലത്ത് അവിടെ താമസം ഉണ്ടായിരുന്ന ആളുകൾ താമസിച്ചിരുന്നൊരു വില്ലേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു ഹോണ്ടഡ് വില്ലേജ് ആണെന്ന് വെച്ചാൽ ആരും നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വില്ലേജാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ചുവരെഴുത്തുകളും ചിത്രപ്പണികളും ഒക്കെ ആയിട്ട് ആ ഒരു വില്ലേജ് ആൾക്കാർ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ബ്രിക്കും കല്ലുകളും ഒക്കെ വെച്ചിട്ടുള്ള ആ ബിൽഡിംഗ്, അധികം ഹൈറ്റ് ഇല്ലാത്ത ആ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനും പറ്റിയ ഒരു ഫ്രെയിമാണിത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ ജയ്സാൽമീറിലേക്ക് രാവിലെ വരുന്ന സമയത്ത് ബസ്സിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര മൂടൽ മഞ്ഞായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പ്. എല്ലാവരും മഫ്ലർ യൂസ് ചെയ്തിട്ടുണ്ട്, ജാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, രാജസ്ഥാൻ ഇങ്ങനെയാണോ? പക്ഷെ നട്ടുച്ചയാകുമ്പോൾ ഈ അവസ്ഥയൊക്കെ മാറിയിട്ട് നമ്മൾ വേർത്തൊലിക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ ക്യാബ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാലാവസ്ഥയാണ് ജയ്സാൽമീറിൽ. പക്ഷെ അവിടെ ഇതുപോലെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെസേർട്ട് നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഡെസേർട്ട് മാത്രമല്ല, ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാജസ്ഥാൻ കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദയ്പൂരും ജോധ്പൂരും ജയ്സാൽമീറും ജയ്പൂരും ഒക്കെ കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ. എന്നാലും മാത്രം നമ്മൾ രാജസ്ഥാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അത്രയും സമയം നമ്മുടെ കയ്യിലുണ്ടായിട്ട് വേണം നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിപ്പോൾ തന്നെ 5 days 4 night ആയിട്ട് പോലും നമുക്ക് ഈ ഫുൾ സിറ്റി നമ്മൾ കവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ജയ്പൂരിൽ ഞങ്ങൾക്ക് കുറച്ച് പ്ലേസസ് ഒക്കെ മിസ്സായിട്ടുണ്ട്. പത്രിക ഗേറ്റ്, അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സമയമില്ല. ഈ പത്രിക ഗേറ്റ് ഒക്കെ എയർപോർട്ട് അടുത്താണ്. ഫ്ലൈറ്റ് ഇറങ്ങുന്നവർക്ക് അതൊക്കെ ഡയറക്റ്റ് കണ്ടിട്ട് പോവാം. അല്ലാതെ നമ്മളിപ്പോൾ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ ഇവിടേക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള കുറച്ച് ദൂരമുണ്ട്. അപ്പം നമുക്ക് പിന്നെ സെക്കൻഡ് ഡേ നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന കിഷൻഗഞ്ച് ആയതുകൊണ്ട് തന്നെ വഴിയിൽ പുഷ്കറാണ് നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഈ ട്രാവലിങ്ങിനെല്ലാം 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസ് നമുക്ക് മിസ് ചെയ്യേണ്ടി വരും. നമുക്കത് എത്ര ശ്രമിച്ചാലും നമുക്കത് ഓടി എത്തി കാണാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ടാവില്ല. രാജസ്ഥാൻ ഇത്രയും വൈഡായിട്ട് തന്നെ പരന്ന് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം കയ്യിലെടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ബിൽഡിങ്. എന്താണ് ബ്രിക്കൊക്കെ വെച്ചിട്ട് പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്ന ചെറിയ ചെറിയ വീടുകളും അതിൻ്റെ ബാക്കിൽ കാണാനുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്ലേസ്. പക്ഷേ ഇവിടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുൾദാരയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാക്ടസിൻ്റെ ഒരു ജുറാസിക് പാർക്ക്. നമ്മൾ ക്യാബിനോട് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് കയറി കാണണം. അപ്പോൾ അയാൾ പറഞ്ഞു അവിടെ ആരും ഒന്നും കാണാറില്ല, അവിടെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് മെയിനായിട്ട് എന്താണ് ഡെസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ കാക്ടസ് കാണണം. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ കാക്ടസ് ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നിട്ട് ഉള്ള സ്ഥലമായിരിക്കും അത്. പക്ഷേ ഇപ്പോൾ ആരും നോക്കാനില്ലാതെ അതിൻ്റെ ഇഷ്ടം പോലെ വളരുകയാണ്. പക്ഷേ ഈ സർവ്വ സ്വാതന്ത്ര്യമായിട്ട് അതിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നറിയോ? ചിലതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ സൺലൈറ്റ് അടിക്കുമ്പോൾ ഇതൊരു ലൈറ്റ് യെല്ലോ കളറിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സ്ഥലം. എനിക്ക് കുൾദാരയേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇവിടെ വന്നില്ലെങ്കിൽ അത് ജസ്റ്റ് മിസ്സായി പോയേനെ. പിന്നെ അവിടെ കുറച്ചൊരു തോണിയൊക്കെ ഇട്ടിട്ട് ഒരു വാട്ടർ ഉണ്ടായിരുന്ന പോലെ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് സമയത്ത് രാജ്ഞിമാരൊക്കെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഡെസേർട്ട് ക്യാമ്പിലേക്ക് വന്നു. അപ്പോൾ ഡെസേർട്ട് ക്യാമ്പിൽ ടെൻറ്റ് സ്റ്റേ ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. നമ്മളിതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടെൻറ്റ് നമ്മൾ കാണാൻ വേണ്ടി പോയ സമയത്ത് അതിനകത്ത് ടെൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളോട് അവിടുത്തെ ഓണർ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക റൂമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ടെൻറ്റിൽ ചെയ്യുമ്പോൾ പൊടി അടിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അപ്പോൾ നമ്മളെന്തായാലും ടെൻറ്റ് എടുക്കാനുള്ളൊരു മനസ്സോടെയാണ് പോയത്. പക്ഷേ ഇത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊന്ന് നോക്കട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു ആ 2 ടെൻറ്റും റൂമും കാണിച്ചു തരാം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് ഡിസൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മളവിടെ കയറി ടെൻറ്റിനകത്തൊക്കെ കയറി കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ടെൻറ്റിനകത്ത് പൊടി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ റൂമാണ് കേട്ടോ ഓപ്റ്റ് ചെയ്തത്, കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു റൂം എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം ടെൻറ്റിനകത്തുള്ള വ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു ബഡ്ജറ്റ് പാക്കേജ് ആയതുകൊണ്ടായിരിക്കാം ടെൻറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ചും കൂടെ ലക്ഷറി ആയിട്ടുള്ള ടെൻറ്റ് വേറെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിരുന്നു വേറെ ടെൻറ്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി രസമുണ്ടായിരിക്കും. ഇത് ജസ്റ്റ് നോർമൽ ഒരു വീട് പോലെ, ജസ്റ്റ് ഒരു ബോളൊക്കെ കൊടുത്തിട്ട് ഈ ടെൻറ്റ് തുണി വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തലണയിൽ വരെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ടെൻറ്റ് ഓപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ നമ്മൾ ജീപ്പ് സഫാരിയിലാണ് ഡെസേർട്ടിലേക്ക് പോകുന്നത്. ഇതൊക്കെ പാക്കേജിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ ടെൻറ്റിൽ നിന്ന് പോകുന്ന സമയത്തുള്ളതാണ് നമ്മുടെ ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. ഒരു ഒരുപാട് ടെൻറ്റുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ജീപ്പുകളിലായിട്ട് ആൾക്കാർ ഓരോ ഡെസേർട്ട് ക്യാമ്പിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കുലുങ്ങി തെറിച്ചാണ് നമ്മൾ അവിടെ എത്തിയത്. അതിന് വേറൊരു ഓഫ് റോഡ് ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ജീപ്പ് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോഡിൽ കൂടെ പോയത്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഈ വഴിയല്ല വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പോകാൻ നല്ലൊരു വഴിയും വേറെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ജീപ്പ് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴി കൂടിയാണ് പോയത്. പോകുന്ന വഴിക്കൊക്കെ ക്യാമ്പ് കാണാം, ഒരുപാട് ടെൻറ്റുകൾ കാണാം. ഈ ഒരു ഏരിയയിൽ തന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള വീടുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, ഈ ടെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരെ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ UAE-യിലോ അറേബ്യൻ ഇതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡെസേർട്ട് അല്ല, കുറച്ച് മരുപ്പച്ച എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ടിലോട്ട് അടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇമാജിനേഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു പിക്ചേഴ്സിൽ കാണുന്ന പോലത്തെ ഒരു സ്ഥലം നമ്മൾ വേറെ കണ്ടു. പക്ഷെ അതിനേക്കാളും ഈ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവും. അവിടേക്ക് പോകുന്ന വഴികളിലൊക്കെ പുല്ലും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാമൽ സഫാരി ഉണ്ട്, അതും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ക്യാമൽ സഫാരി നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ രാജസ്ഥാനിൽ വന്നിട്ട് ആ ക്യാമൽ ആ ഡെസേർട്ടിൽ ഇരിക്കുന്ന ആ സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ATV റൈഡും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം കേട്ടോ. 4000, 4500, 5000 ഒക്കെ അവർ റേറ്റ് പറയും. അപ്പം നമ്മൾ 2 ATVക്കും കൂടി 4000 സംതിങ് എടുത്തിട്ടാണ് പോയത്. അപ്പം അത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് നമ്മൾ, കാരണം ഒരിക്കലല്ലേ ഡെസേർട്ടിലൊക്കെ പോകുക. പക്ഷേ ഇനിയും എനിക്ക് ചാൻസ് കിട്ടിയാൽ ഇനിയും രാജസ്ഥാനിലേക്ക് പോകണമെന്നുണ്ട്. കാര്യം അത്രയും ഭംഗിയാണ് ഇത് കാണാൻ. ജയ്പൂരും ജോധ്പൂരൊക്കെ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ജയ്പൂരല്ല, ഉദയ്പൂരും ജോധ്പൂരും ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നതാണ് ഉദയ്പൂർ. ജോധ്പൂരിൽ ലേക്ക് സിറ്റി, അതിലൊക്കെ നല്ല മണ്ഡപത്തിൽ ഇങ്ങനെ വെള്ളം ഒരുക്കി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കാണണമെന്ന് എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട്. ബട്ട് നമ്മളിനി പറ്റുകയാണെങ്കിൽ എന്തായാലും ഒന്നും കൂടെ അത് വിസിറ്റ് ചെയ്യും. അതുപോലെ ഹവാ മഹലിൻ്റെ നൈറ്റ് വ്യൂ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയും രാജസ്ഥാനിലേക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ സ്ഥലത്തിൻ്റെ ഭംഗി എന്തായാലും നമുക്ക് ഒരു ദിവസം 2 ദിവസം കുറച്ച് സമയം കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരുപാട് സമയം എടുത്ത് വേണം എൻജോയ് ചെയ്യാൻ. അപ്പോൾ നമ്മളങ്ങനെ ഡെസേർട്ടിൽ മാക്സിമം സമയം നമ്മൾ ചിലവഴിച്ചു കേട്ടോ, പറ്റുന്നിടത്തോളം. കാര്യം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് തണുപ്പടിച്ച് കാറ്റൊക്കെ വീശി തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയം തൊട്ട് അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. सर्दी ओलासिटी फॉर यू। डांस कलाकार ने कई बार आउट ऑफ कंट्री में धूम मचा के रखी है, आज आपके सामने धूम मचेगी। ക്യാമ്പിലെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അത്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഡാൻസും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ചെയ്തതാണ്. ഓക്കെ, ടച്ച് ബൈ ബൈ. ഡാൻസും കൂടെ കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ വായിച്ചാവും. ഓക്കെ. दोपहर का टाइम था, रवि जी अपने घर के छत के ऊपर सो रहे थे। जय श्री राम, थैंक यू। दोपहर का टाइम था, रवि भाई अपने घर के छत के ऊपर सो रहे थे। किसी ने आकर दरवाजा खटखटाया।
किसी ने आकर दरवाजा खटखटाया। रवि जी ने सोचा कि मेरा दिल आया। फिर दरवाजा खोल कर देखा तो लिखा हुआ बिजली का बिल आया। थैंक यू। और नाम क्या बताता?